ഇന്ന് ബിയമോളും ഞാനും കുറച്ച് സപ്പോർട്ട് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് നിധി വന്നിട്ടുണ്ട്. മരത്ത് കയറിയിട്ടുണ്ട്. കിട്ടാത്ത പറിക്കാതെ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്യാച്ച് ചെയ്യുന്ന നെറ്റ് കണ്ടില്ലേ. അപ്പൊ മുന്നിൽ നടന്ന ബിയൊക്കെ പല്ലുവേദന കേട്ടോ. കൊട്ടയൊക്കെ എടുത്തിട്ട് എല്ലാം നടന്നു. അപ്പൊ നമ്മളെ മരം ഇവിടുന്ന് ഒന്ന് കാണിച്ചു തരാം. അടിയിൽ ചെന്നാൽ ചിലപ്പോൾ മരം കറക്റ്റ് കിട്ടൂല. നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്ക്. ഇതിനെന്താ സ്ഥിതി? ഇതിനത് മുകളിലുണ്ട് കേട്ടോ. അപ്പൊ ചാക്കൊക്കെ വെച്ചിട്ട് പറിക്കുന്നുണ്ട്. അപ്പൊ കിട്ടാത്ത നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡിൽ കയറി പറിക്കണം. അല്ലാത്തത് ഇതാ നെറ്റിലോട്ടും വാങ്ങണം. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ റിച്ച് ഇല്ല, ഞാൻ പറിച്ചത് ക്യാച്ച് ചെയ്തതിന് നെറ്റായിട്ട് നമ്മള് മരത്തിന്റെ അടിയിലെത്തിയിട്ടുണ്ട്. നിക്കടാ പോരാ, സ്റ്റാൻഡ് ഇവിടെ നോക്കട്ടെ. എന്തായി കിട്ടിയോ? കിട്ടിയതൊക്കെ ചാക്കിലുണ്ട്. ഇതിനതാ മുകളിൽ കറക്റ്റ് കിട്ടൂല. എന്താ വെച്ചാൽ നമ്മളെ മരം നല്ല പടർന്ന മരം. എന്നൊക്കെ ഞാൻ നെറ്റ് എടുക്കട്ടെ. ചാക്കിലിടാൻ പറ്റാത്തതോന് കിട്ടോ. ആ ഇതുപോലെ അങ്ങോട്ട് ബിയെ കൊട്ടെടുക്ക്. നല്ല കറ ഉണ്ടാവും കേട്ടോ. നോക്കണോ, മുകളിലോട്ട് നോക്കണ്ട, കറ കണ്ണിൽ ചുറ്റും. അങ്ങനെ കിട്ടുന്നൊക്കെ പറിച്ചടാ, ഞാൻ വാങ്ങിക്കോളാം. കേട്ടോ നല്ല മൂപ്പായ നോക്ക്, വലുപ്പമുള്ള സപ്പോർട്ട് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പറിക്കലുണ്ട്. ഇന്നിപ്പോ വന്നതുകൊണ്ട് അങ്ങോട്ട് കയറ്റി മുകളിലുള്ളതൊക്കെ കറക്റ്റ് പറിച്ചു തരും. അടുത്ത് നോക്ക്, ഇഷ്ടംപോലെ കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളെ സപ്പോർട്ടർ ഓൾ സീസൺ സപ്പോർട്ടേ. ഇഷ്ടംപോലെ അടുത്ത് ഇങ്ങനെ കായ്കൾ, ചെറിയ കായുണ്ട്, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ വാവലിന്റെ ശല്യം നല്ല ഉണ്ട്. നമ്മൾ നെറ്റ് ഇട്ടിട്ട് അത് റെഡി ആയില്ല. നെറ്റിന്റെ ഒരു സൈഡ് കവർ ചെയ്യാൻ പറ്റിയിട്ട് പിന്നെ ഞങ്ങൾ നെറ്റ് മാറ്റി പറിക്കാൻ ബുദ്ധിമുട്ടായിട്ട്. കുറെ മുന്നേ വീഡിയോ ഞങ്ങൾ പറഞ്ഞു നെറ്റ് ഇടണം എന്നൊക്കെ. പക്ഷെ നെറ്റിന്റെ അളവ് മാറിപ്പോയി ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഇത് മൂപ്പായതുകൊണ്ട് ഇനി വേഗം പറിച്ചിട്ട് അടുത്ത ബാച്ച് സെറ്റ് ആകുമ്പോൾ നമുക്ക് നെറ്റ് ഇടണം. കാണണ്ടാ, ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, താഴെ നമ്മൾ കാണും, മുകളിൽ ചെന്നാൽ പറിക്കാൻ പോണ ആള് കാണൂല, ഇലയുടെ മറവയ്ക്കും. ഇവിടെ ഉമ്മ കുറെ കുരഞ്ഞെടുക്കാതൊക്കെ വേണ്ടി താഴെയുള്ളതൊക്കെ ഇതാ ഇങ്ങനത്തെ ചാക്കൊക്കെ, ചുള്ളിച്ചാക്ക് എന്ന് അറിയില്ല, അതൊക്കെ ഇച്ചിരി പൊതിഞ്ഞ് വെച്ചിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് കുരങ്ങ റൗണ്ട് വന്നിട്ടുണ്ട്. കിട്ടിയടാ അറ്റത്തല്ലേ നോക്ക്. ഇതൊക്കെ വവ്വാലിന്റെ പണിയല്ലേ. ഇതാ നല്ല വലുത്. ഇത് വീണതാണോ, നിധിന് കയറി പോകണ. ഇതാ ചെറിയ വവ്വാലും കടിച്ചിട്ട് എടുക്കണ്ട. മറ്റേ മരത്തിലൊന്നും നോക്കണല്ലേ, അതിന് കുറച്ചുണ്ടാവും. നല്ല റിസ്ക് ഉണ്ട്. എന്ന് വെച്ചാലേ ഇതേ മരം തറ്റത്ത് കുറെ ഉണ്ട്. അത് പറിക്കാനാണ് നമ്മളിപ്പോ ഈ സ്റ്റാൻഡ് കൊടുക്കുന്നത്, ലാഡർ കൊടുന്നിട്ട് അതിൽ കയറി കുറെ പറിക്കാൻ പറ്റും കേട്ടോ. എവിടെ എവിടെ ആട്ടോ കേട്ടോ, പിടിച്ചോളും. എടാ തട്ടിപ്പോയി, കമ്പ് തട്ടിപ്പോയതാ, പൊട്ടിയിട്ടൊന്നുമില്ല. ഒഴിവാക്കിയിട് ആട്ടോ. അത് പറിക്ക്. ഉമ്മ അവിടുന്ന് കാണിച്ചു കൊടുക്കുന്ന ഇതിന്. ഇത് അടിയിൽ വന്നാലും കാണില്ല. അപ്പുറം എടാ ഇട്ടോ പറഞ്ഞിട്ട് ഇതിനെ ഒന്നും ആയില്ല. ഇതില് 2 ടൈപ്പ് ഉണ്ട് അല്ലേ. ഇതാ ഇത് ബെഡ് തൈ ആയതുകൊണ്ട് എന്താ നമ്മള് ഓവൽ ഷേപ്പിലുള്ളത് കൊണ്ട് ഇതാ എങ്ങനെ 2 ഇനം ബെഡ് ചെയ്താട്ടോ. അപ്പം ഇതുകൊണ്ട് റൗണ്ടും ഉണ്ട്. ഈ മരത്തിലങ്ങനെ, മറ്റേ ഫുള്ള് റൗണ്ട്. ഇനി അടുത്ത മരത്തിലൊക്കെ ഉള്ളത് റൗണ്ട് എന്ന് പറഞ്ഞാൽ വട്ടം കേട്ടോ. ഇതൊരു ഓവൽ ഷേപ്പുള്ളുണ്ട്. ഓവൽ ഷേപ്പിൽ നല്ല വലുപ്പം ഉണ്ടാവും കേട്ടോ. എന്തായാലും ഇതിനെ നോക്കിക്കോ, അറ്റത്താണ്. അറ്റത്ത് മാത്രമല്ല, ഇലന്റെ മറവ് കൊണ്ടാ കാണാത്ത. ഞാൻ കേറി വരണടാ. അയിമണ്ടമ്മ ഉണ്ടോ? ദൂരെന്നാ കാണുന്നു. ഇത് നിങ്ങളെ താഴെ ഇത് ആയതല്ലേ എന്തത് പറിക്കല്ലേ. ഇതാ വലുപ്പമില്ല, എന്നാലും ആയിട്ടുണ്ട്. താഴെ നമുക്കും പറിക്കല്ലേ. ഈ പഴയ കൊട്ട നോക്കട്ടെ. ഇതിന്റെ അടിയിന്ന് കാണില്ലടാ, ഞാൻ കുറച്ച് മാറി നോക്കണം. ദൂരെ നിന്ന് ഇത് തറ്റത്തായി സാധനമല്ലേ.
ഇല്ല റൈമ അങ്ങനെ കാണില്ല. ഈ ഷീറ്റ് നമ്മള് കോഴിഷെട്ടിന്റെ മുകളിൽ ഭാഗത്തില്ലേ, അത് ഈ സ്റ്റാൻഡ് വെച്ച് റൈമ കയറി ടൈം കുറച്ച് പറിക്കാണ്ട്. എന്നാലും നമ്മളെ ചാക്കിറക്കിക്കോ. ചാക്കിലോന് അത്യാവശ്യം കയ്യേറ്റ് കിട്ടുന്നൊക്കെ പറിച്ചിട്ട്, കയ്യേറ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ലെവലിലുള്ളത് കുറച്ച് ഹൈറ്റിലുള്ളത് ഓന് എനിക്കിങ്ങനെ ഇട്ടെന്ന്. കയറ് പിടിട്ടോ. ഇതില് കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, വലുപ്പമുള്ള ടൈപ്പാ. ഫോട്ടോ അടിച്ചോ, വലുപ്പുണ്ടല്ലേ? മാഷാ അല്ലാ, അത്യാവശ്യം നല്ല സൈസുള്ള കേട്ടോ. കടകളിലൊക്കെ ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്, അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അത്ര വലുപ്പമുള്ളതൊന്നുമല്ല. ഇതുണ്ടല്ല നല്ല മൂപ്പായിട്ട് വേഗം പഴുത്തിട്ടു. നോമ്പിന് യൂസ് അടിക്കാം. കുറെ പറിച്ചിട്ടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിക്കും. അന്ന് വീഡിയോ എടുക്കാനും നേരം ഉണ്ടാവില്ല. ഇന്ന് പിന്നെ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട്. മറ്റേ ഞാൻ പറിക്കുമ്പോ ഇത് വാങ്ങിക്കാനൊന്നും ആളുണ്ടാവും. ഞാൻ കുഞ്ഞോളെങ്ങനെ റിസ്ക് എടുത്ത് പറിക്കും, അപ്പൊ വീഡിയോ എടുക്കാനും പറ്റില്ല. ഞങ്ങൾക്ക് ഇതിപ്പോ നിധിയും പറിക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് വീഡിയോ കറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇറങ്ങാ ഉണ്ടോ? താഴ്ന്ന് വന്നിട്ട് പിന്നെ മേലെ കയറണ്ടേ? കാപ്പി കയറി പറിക്കുക. നോക്കിട്ടോ, നോക്കി ഇറങ്ങ. താഴ്ന്ന് കിട്ടുമോ? ഇവിടെ നമുക്ക് കാപ്പി ഉള്ളതുകൊണ്ട് അത്യാവശ്യം താഴെയുള്ളതൊക്കെ കാപ്പിയിൽ കയറി പറിക്കാം. ഇതൊക്കെ കാപ്പി രണ്ടാമത് മഴ ചെയ്തിട്ട് ഇഷ്ടംപോലെ അരിമ്പ് മൊട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ വിരിയും. നമ്മൾ നനയ്ക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും മഴ കിട്ടിയത്. ഇത് അതിലെ കണ്ടില്ലേ, നല്ല മുട്ടുണ്ട്. കാപ്പിയുടെ മുട്ട് ആദ്യത്തെ അരിമ്പ് പിടിച്ചാണ്ടോ? കിട്ടിയോ? ഇതിന് ക്യാച്ച് ചെയ്യണ്ട, കയ്യിൽ തന്നോ. എന്താണ് ഇതിനെ ചുമ? ഇതാ ഒന്ന് കിട്ടുവോ? ഇതാ അവിടെ അല്ല, ഇവിടെ. പക്ഷെ എനിക്കത് കിട്ടൂല, തൂങ്ങി. എന്നൊക്കെ ഞാൻ പറിക്കട്ടെ. ചെറുതല്ലടാ, നായി ഒന്ന് നോട്ടെ. ഇതല്ലേ, അതെടുക്ക. കുരങ്ങിനൊക്കെ വേഗം കിട്ടുന്ന സ്ഥല. ഇവിടെ ഒന്ന് നോക്കുമ്പോഴാട്ടോ കറക്റ്റ് സപ്പോർട്ട കാണുന്നത്. നമ്മളെ കോഴിഷെഡിന്റെ ഭാഗത്തേക്ക് ഉള്ളതുണ്ട്. ഓന് ഞാൻ കൂടെ സ്റ്റാൻഡ് വെച്ചിട്ടേ അതിൽ കയറി കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അടിയിൽ നിന്ന് നോക്കുമ്പോഴും മരത്ത് കയറിയിട്ട് നോക്കുമ്പോഴും ഇത് സംഭവം കാണൂല. അത് ഇതൊന്നല്ല കേട്ടോ, മാംഗോസ്റ്റിനൊക്കെ അങ്ങനെ തന്നെ. മറവിലേക്കും ഫുള്ള് സ്റ്റാൻഡ് സെറ്റാക്ക്. ഇവിടെ തന്നെ വെച്ചടാ. ഇനി കുഞ്ഞോളെ ഇങ്ങോട്ട് പോര്, നിങ്ങൾ കേറുക. അടാ അങ്ങനെ ഇതാവുന്നില്ലടാ ഷീറ്റ്. നോക്കണേ, കാപ്പിക്കൊമ്പ് നോക്കണം. ഷീറ്റിന്റെ ആ കമ്പി നോക്കി ചവിട്ടിയാ ചേരാ. കമ്പി ഉള്ളിന്ന് കാണൂല, എന്നല്ല ജെ ബോൾട്ട് കാണാലോ കുളത്ത്. കുഞ്ഞോളെ കുറച്ച് വിട്ട് നട്ട് എടുക്കുന്ന, അടിയിൽ എടുത്താലും നിധിയും പറിക്കുന്ന കാണൂല. ഇങ്ങനെയൊക്കെ കയറി ആ കമ്പി നോക്കി ചവിട്ടി. ഇനി കിട്ടുന്ന ഇങ്ങനെ ക്യാച്ച് ഇട്ടാ ഞാൻ പിടിച്ചോളാം. കേട്ടോ? തലഭാഗം പിടിച്ച് താത്തിക്കട കുറച്ച്. അതിലൊരുവിധം ആയത് എടുത്തോട്ടോ, അതിന് പറിക്കാൻ കുറച്ച് പണിയാ. കിട്ടട്ടെ. അതായതാ ഉറുമ്പുണ്ടോ? കമ്പം ഉമ്മാനെ നോക്കാൻ ഉമ്മ അവിടുന്ന് പറഞ്ഞു കൊടുക്കണ്ട്. അമ്മ പറഞ്ഞു കൊടുത്ത് നോക്ക് കേട്ടോ. അതെടാ ആ മറവിലൊന്ന്, അതെടാ അതന്നെ അതന്നെ അതായതാ. ഒരുവിധം ഇത് പറിച്ചടാ,
അതിമ ഇനി കേറലുണ്ടാവില്ല, അപ്പത്തിനും വവ്വാലും ഉണ്ടാവും. ആ കൊമ്പിലുണ്ടോക്ക് ഷീറ്റ് ഇതിമ തട്ടി നിൽക്കുന്നില്ലേടാ കൊമ്പ്. ഇതിനെ ഈ ഷീറ്റുമ്പോ കിടക്കുന്ന കൊമ്പില്ലേ, തട്ടി കിടക്കുന്ന അയിമണ്ടോക്ക്, അത് പൊന്തിച്ചോക്ക്. അയിമ ആയതുണ്ടല്ലോ, അവിടുന്ന് കുറെ കണ്ണം കണ്ടല്ലോ. അതൊക്കെ ആയതാ, അത് കിട്ടുന്നൊക്കെ പറിച്ച നല്ല മൂപ്പായത് ഉണ്ടല്ലോ ഇടക്ക്. നല്ലൊക്കെ ചെറുത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്ക് ആയത് നോക്കി പറിക്കായതുകൊണ്ടാ. അയിമല നോക്ക്, കൊമ്പ് പിടിച്ച് പൊന്തിക്ക്. ഷെഡില് തട്ടി നിക്കുന്ന കൊമ്പ് ഷീറ്റില് ഇട്ടോ. ഇതാ സംഭവം കൊട്ടം അറിയാനായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞോള് വീഡിയോ എടുക്കണേ കുറച്ച് വിട്ട് നോയിട്ട് എടുക്കണം. കിട്ടിയതാ. ഷീറ്റിൽ കയറി കുരങ്ങനെ സുഖമായിട്ട് എടുക്കാം. നല്ല മൂപ്പായാലും എങ്ങനെ ഉണ്ടാവട്ടെ നെറ്റ്. ഇനി ഭാഗം കറക്റ്റ് പറിക്കും. ഇറങ്ങല്ലേ, ഉണ്ടോ ഉണ്ടയില്? ഞാൻ തോട്ടി വെച്ചെന്ന് വലിച്ചെന്നാലോ. തോട്ടി എടുത്തിട്ട് വരാ. ഇതിന് കുളത്തില്ലടാ. അത് ചെന്നിയപ്പേട്ടനൊക്കെ ഉണ്ടാക്കിയില്ലടാ നെല്ലിക്ക പറിക്കാന്. ഓലെ കിളികളെ എന്ത് ചെയ്യടാ, എന്ത് ചെയ്യാ നിക്ക്. ഞാന് ഈ സാധനം അങ്ങോട്ട് കൊമ്പ് പിടിക്കാൻ പറ്റുമോ? ഇതിന് ചെറിയൊരു ഇതുണ്ട്, കൊമ്പ് ജസ്റ്റ് പിടിക്കാൻ പറ്റും. നല്ല കനം കിട്ടത് ആടുകൊണ്ട് അടിയത്തെ പലകയാണ്. കൊമ്പ് കൈ പിടിക്കാൻ കിട്ടിയ സുഖം. ഞാനും കൂടെ കയറിയായിരുന്നോ? നിക്കട്ടെ നെറ്റ് എടുക്കട്ടെ. ഇതിനൊരു ചെറിയൊരു കൊക്കൊക്കെ ഉണ്ടാക്കിയിട്ട്, കൊക്കെന്നല്ല ആടുകൂടിന്റെ പലക പൊളിച്ചതാ. അങ്ങനെ കിട്ടുന്ന പറിച്ചോ. അത് നല്ല വലുതാണല്ലോ അപ്പൊ കിട്ടിയേ. കഴിഞ്ഞോ? നമുക്ക് അപ്പുറത്തെ മരത്തിലൊന്ന് നോക്കാം. നോക്കി ഇറങ്ങണേ. പിടിക്കണോ? കാപ്പിക്കൊമ്പ് നോക്ക്. കോഴിഷെഡ് അടുത്തായതുകൊണ്ട് കോഴികൾ നെറ്റിപ്പോയിണ്ട് ഷീറ്റ് കയറിയിട്ട്. നമുക്കിതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല വലുപ്പമുള്ള തന്നെയാണ്. ഇനി നമുക്ക് വേറൊരു മരം കൂടെ ഉണ്ട്, ചെറിയ മരം. അതിലും കൂടെ നോക്കണില്ലേ. അതിന് ചാക്കൊന്നും വേണ്ട, ഞാൻ താഴെ പിടിച്ചോളാം. എന്നാ പോവാ. ബിയ മുങ്ങിട്ടോ. ബിയക്ക് പല്ലുവാനായിട്ട് ബിയനെ കാണുന്നില്ല ഇപ്പൊ. അവിടെ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾ ഓടി വരുന്നുണ്ട്. വെയിലുണ്ട് എന്നാലോ ഇടയ്ക്ക് മങ്ങുന്നതുകൊണ്ട് അത്ര കുഴപ്പമില്ല. മഴക്കാറുണ്ട്, ഇന്നും മഴ പെയ്യേക്കും. ബിയക്ക് ലഭ്യമാണെന്ന് പറഞ്ഞ് ബിയ അബി പറിച്ചു തരാം. നല്ല പഴുത്തിട്ടുണ്ടല്ലോ. നമ്മൾ അബിയെ കുറെ പറിക്കാനായിട്ട് കാണിക്കാറില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്ത് ഫസ്റ്റ് അബി പറിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ആവുന്നൊക്കെ ഓരോരുത്തർ പറിക്കുക. നല്ല പഴുത്താണുള്ളത് കണ്ടോ. ഇപ്പൊ പറിച്ചുതരാ. ബിയ രാവിലെ പറഞ്ഞതാ അബി പറിച്ചു കൊടുക്കണം. ഇവ കേറാനും പറ്റൂലല്ലോ ബിയ. ഫസ്റ്റ് അബി താഴെ ഉണ്ട് ഇതിന് പഴുത്ത്.
കണ്ടോ? ഇന്നലെ മുതൽ എന്നോട് പറിച്ച ഇനി ഇഷ്ടം പോലെ ആവുന്നുണ്ട്. പക്ഷെ ഇതിനിടയ്ക്കൊക്കെ പറിച്ചത് ഇവിടെ ഇതൊക്കെ ശരിക്കും ആയിട്ട് ഇതായതാ. ഇത് വെറുതെ പിടിച്ച നബിയൊക്കെ പറ്റിയ നബി. ചൂട് കൂടിയിട്ടാണ്, നല്ല നനച്ചു കൊടുക്കണം. നോക്ക് പൊട്ടുകൾ നോക്ക്, ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ആവുന്നുണ്ട്, പക്ഷെ ഒരുമിച്ചാവണില്ല. നമ്മള് വീഡിയോ ഒക്കെ ചെയ്യാൻ കുറച്ച് കൂടുതൽ പറിക്കുന്ന അതിന്റെ ഇടയ്ക്ക് 2-3 ഇപ്പൊ പറിച്ച് ഇപ്പൊ കട്ട് ചെയ്യണ്ട കേട്ടോ. ഇപ്പൊ ചെയ്യാണിത് മുറിച്ച വേഗം അതിന്റെ കളർ മാറും. ഇതിലുണ്ടാ ഇനി വലുത് ഇതാണ്ടാ, കേറ്. ഈ മരം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മോൾ ഭാഗം ഒന്ന് പടരാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈന് പോകുന്നതുകൊണ്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ടോ ഈ മറവില്? ഇത് 2 ദിവസം മുന്നേ പറിച്ചതാണ്. ഇതിലടാ അത് അതറിഞ്ഞ് ഇതിനെ നേരെ ചൂണ്ടി കണ്ടോ? അത് 2-3 പറിച്ചതാണ്. ഇതൊക്കെ പറിക്കുക. ഇതായതല്ലേ, വാങ്ങിക്കോ. ഇതിലധികം ഉണ്ടാവില്ല, ഇതിൽ എളുപ്പം കയറാൻ പറ്റുന്നുണ്ട്. ഞാൻ തന്നെ കാണുന്ന ഇങ്ങനെ പറിച്ചുകൊണ്ട്. ഇപ്പുറം ഭാഗത്ത് നോക്കണേ, ഇരുന്നോട്ടെ. അതൊക്കെ ആയതാ. വലുത് സെൻട്രലിൽ നിന്നോ. മരം ചെറിയ മരം ആയതുകൊണ്ട് കയറുമ്പത്തേക്ക് ഇങ്ങനെ ശരിയാ ലാഞ്ച്. പക്ഷെ അങ്ങനെ പൊട്ടണമെന്നില്ല കേട്ടോ സപ്പോട്ട മരം. ഇത് കണ്ടോ, ഒറ്റത്തല്ല, കുറച്ച് ഇവിടുന്ന് ഞാൻ കാണുന്നുണ്ട്, നിധിയും കാണുന്നുണ്ടോ അറിയില്ല. എന്റെ കൈ വെച്ചതിന് മേലൊക്കെ അതന്നെ അവൻ കണ്ട്. യെസ് അതന്നെ കേട്ടോ. എല്ലാം ആയത് നല്ല വട്ടത്തിലുള്ള. ഇതിലുണ്ടോ ഇനി? ഇതിന് അധികം ഇതിലുണ്ട് കേട്ടോ. ഇതൊക്കെ റൗണ്ടാണല്ലോ. കിട്ടി നോക്കാം. ചിലപ്പോ ഈ ബെഡ് തൈ ആയതുകൊണ്ട് ഇവർ 2 ഐറ്റം കൂട്ടിയിട്ടാ ബെഡ് ചെയ്യുന്നുള്ളൂ. ഉണ്ടോ? പക്ഷെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ നല്ല സപ്പോർട്ടാ. ഈ ബെഡ് തൈ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും വാങ്ങി വെച്ചിട്ട് എല്ലാവർക്കും ഈ റേഞ്ചുള്ള മരം ഉണ്ട് അധികം വീട്ടിൽ. നമ്മളിവിടെയൊക്കെ അടുത്ത എല്ലാവരും നല്ല കായുണ്ട് പ്രാവശ്യം. ഇതുണ്ടല്ലേ പൂക്കൾ, ഇതൊക്കെ താഴെ തന്നെ ഉണ്ടോ? കഴിഞ്ഞു കൊണ്ടടാ എന്റെ പറിച്ചോ ഒരിക്കലും തോന്നിയ ഇതായതൊക്കെ പൂവുണ്ടോ? ഇത് ചെറിയ കായതാ. ഇനി അടുത്ത ആവുന്നുണ്ട്, ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വവ്വാലും കുരങ്ങും. അത് നോക്കിയാൽ മതി. വവ്വാലിന് പിന്നെ ചവർപ്പ് പ്രശ്നമില്ല. ഉണ്ട് കേട്ടോ. ഇത് ചെറുതാ, മൂപ്പായിട്ടുണ്ട് അല്ലേ? ചെറുതാ. ഈ മരം നല്ല റൗണ്ടായി വരുന്നുണ്ട് അല്ലേ? താഴെ ഒന്നും ഇല്ലടാ, ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ കണ്ടോ പൂക്കൾ നോക്ക്. പൂക്കൾ ഇഷ്ടംപോലെ ചെറുത് ഉണ്ട്. അപ്പൊ നമുക്കേ ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നോമ്പായതുകൊണ്ട് സപ്പോർട്ടൊക്കെ നല്ല ഡിമാൻഡാണ്, വൈകുന്നേരം ജ്യൂസ് അടിക്കാനൊക്കെ. അപ്പം ഇത് പിന്നെ കൊടുക്കാനൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് കുറച്ച് നിതിനും കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോമ്പിന് കുറച്ച് ദിവസം ഇങ്ങനെ അധികമൊന്നും കുടിക്കൂലല്ലോ, നമ്മൾ 1-2 എടുത്തല്ലേ ജ്യൂസ് അടിക്കുള്ളൂ. പിന്നെ പോവല്ലേ.